സുമതി വളവ്. ഇതെവിടാന്ന് വെച്ചാൽ സുമതി വളവിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ സുമതി വളവിക്ക് വന്ന് ഒന്നും തോന്നുന്നില്ല, ഒരു വളവായിട്ട് തോന്നി, അത് വീഡിയോ എടുത്ത് അത്രയേ ഉള്ളൂ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പൊന്മുടിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ കരുതി സുമതി വളവ് വഴി പോയാലോ, ഇതുവരെയായിട്ടും ആ വളവ് കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞെത്തി. ഒരു വ്യൂ പോയിൻ്റ് കാണിച്ച് അവിടെ നിർത്തി. ഇതാണ് വ്യൂ പോയിൻ്റ് കാണിച്ച സ്ഥലം, ഇതാണ് സുമതി വളവ്. ഈ വളവിനെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും കേട്ട് കഥ പോലെ കിടക്കുന്ന ഒരു വളവാണ് സുമതി വളവ്. അങ്ങനെ ഇതാണ് വ്യൂ പോയിൻ്റായിട്ട് കാണിച്ചത്. പക്ഷേ വ്യൂ പോയിൻ്റ് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല, ഒരു കാട് പിടിച്ച് അവിടെ കുപ്പിച്ചില് അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുക, ഒന്നും കാണാനായിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വ്യൂ പോയിൻ്റ് കാണുന്നിടത്തോട്ടായിട്ട് ഒരിടത്തോട്ടൊരു വഴി പോലെ കണ്ടു. അപ്പോൾ ഞാൻ കരുതി ആ വഴി ഇറങ്ങിപ്പോയി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് നടന്നതാണ്. അപ്പോൾ ഒന്നുകൂടി എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും കേട്ട കഥ പോലെ എല്ലാവരുടെ മനസ്സിലുള്ള സുമതി വളവ് ഇതാണ് സുമതി വളവ്. അങ്ങനെ ഞാൻ ആ ഇടത്തോട്ടുള്ള വഴി കൂടെ ഒന്ന് ഇറങ്ങി നോക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി നോക്കിയതാണ്. ഒരു ചെറിയ വഴി പോലെ താഴോട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു വ്യൂ പോയിൻറ്റോ അങ്ങനെയൊന്നും കാണാനായിട്ട് തോന്നിയില്ല, ഒരു കാട് പോലെ. വ്യൂ പോയിന്റ് ഒന്നും ഇല്ല സത്യത്തിൽ, ഇതൊരു ചെറിയൊരു കാട് പോലെ, ഒരു സ്ലോപ്പ് പോലെ ഉള്ളൂ. ആരാ ഫസ്റ്റിലേ കയറിയേ? എന്നിട്ട് വീണ്ടും പൊന്മുടി ട്രിപ്പ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക്, പൊന്മുടിയിലോട്ട് പോകുന്ന വഴിക്ക് നല്ല ഭംഗിയായിട്ട് ഒരു കാട് പ്രദേശം പോലെ ചെറുതായിട്ട് കുറച്ച് ഭാഗത്തുണ്ട്. രണ്ട് സൈഡും കാടായിട്ട് വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാനും. അങ്ങനെ നന്ദിയോട് കഴിഞ്ഞ് പച്ച ജംഗ്ഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് ചെറ്റച്ചൽ. അങ്ങനെ ചെറ്റച്ചൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ വാട്ടർഫോൾസ് കണ്ടത്, മീൻമുട്ടി വാട്ടർഫോൾസ്. അവിടെ കുറച്ചൊരു വണ്ടി ഇട്ടിട്ട് കുറേ ആലോചിച്ച് കയറണോ വേണ്ടേന്ന്. കാരണം ഉച്ച കഴിഞ്ഞൊക്കെ ആയിട്ടൊക്കെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പൊന്മുടിയിൽ സമയം കഴിയുമോ എന്ന് വെച്ച് ചോറിന്നാലോ. എന്തായാലും വന്നതല്ലേ, എന്തായാലും കയറിയിട്ട് പോകാമെന്നും കരുതി ഞങ്ങൾ ടിക്കറ്റ് എടുത്ത്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു, കാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റ് കാറിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് 240 ഫുള്ളായത്. പക്ഷെ ഒരാൾക്ക് എത്രയാണെന്നും കാറിന് എത്രയാണെന്നും ഞാൻ മറന്നുപോയി. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി. റോഡൊക്കെ നല്ല മോശമാണ്, ഇങ്ങനെ തെത്തി ഒക്കെ പോവുക, സൂക്ഷിച്ച് വേണം പോവാനായിട്ട്. ടിക്കറ്റിനെ അടുത്തടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചു അത് നല്ല സൂക്ഷിച്ച് കൈ തന്നെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡിലോട്ടായിട്ട് വെള്ളം ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് നമ്മൾ ഉള്ളിലോട്ട് പോകണം, ഈ റോഡുകളിൽ നമ്മൾ ഉള്ളിലോട്ട് പോകണം. നല്ല ഭംഗിയാണ്, രണ്ട് സൈഡും കാട് വന്നിട്ട് ഈ റോഡ് ഈ കാണുന്ന പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ലാസ്റ്റ് കാർ നിർത്തിയിട്ടുണ്ട് അവിടെ. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന്. തവള 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 നമ്മൾ ഈ ഓരോ വാർണിംഗ് ബോർഡുകളും വായിച്ചിട്ട് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത് എവിടെ പോയാലും. അപ്പം ഇതാണ് ബാത്റൂം, കുളിക്കാനുള്ള സൗകര്യമുണ്ട്. കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് ഡ്രസ്സ് മാറാനായിട്ട്. നമുക്ക് വേറെ എടുത്തിരിക്കാവേ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നായിരുന്നു. നല്ല വാഴയിലൊരു പൊതിഞ്ഞ് ചോറൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു സ്ഥലം കിട്ടി. അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകാമെന്ന് കരുതി. ഇവിടെ നിന്നും 1 കിലോമീറ്റർ നടന്നാലാണ് നമുക്ക് ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ വഴികളും കാര്യങ്ങളൊക്കെ മോശമാകും. അതിൻ്റെ വീഡിയോ ഞാൻ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും.
ഇച്ചുവിനായിട്ട് ഞാനൊരു കുഞ്ഞു പൊതി കൊണ്ടുവന്നായിരുന്നു. അവനായിട്ട് ചമ്മന്തി മീൻ പൊരിച്ചതൊക്കെ ആയിട്ട്. അവൻ സ്വന്തമായിട്ട് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. അവൻ തനിയെ അവൻ്റെ ചോറ് കഴിച്ചോളും. അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് അത് നമ്മൾ കയ്യിൽ കഴിഞ്ഞു. ഈ കാണുന്ന ഭാഗങ്ങളിലായിട്ടൊക്കെ ഇവിടെ ഇറങ്ങാനൊക്കെ അവർ അനുവദിക്കും. കാരണം ഗൈഡുണ്ട്, അവർ പറഞ്ഞു തരും ഇന്നടുത്ത് ഇറങ്ങി ഇന്നടുത്ത് ഇറങ്ങണ്ടെന്ന് പറയും. ഇവിടെ വന്ന് കുറേ പേര് കുളിക്കുന്നുണ്ട്. കുളിച്ചിട്ടൊക്കെയാണ് ഇവിടുന്ന് പോകുന്നത്. ഇവിടെ നിന്ന് 1 കിലോമീറ്ററോളം നടന്നാലാണ് നമ്മൾ അടുത്തടുത്ത് വെള്ളച്ചാട്ടം കാണാൻ പറ്റത്തുള്ളൂ. കൂടുതൽ പേരും അവിടം വരെ നടന്നു പോകത്തില്ല. അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലെ വഴികൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് കുളിച്ചിട്ടൊക്കെ തിരിച്ചു പോകുന്നതായിരിക്കും. പ്രത്യേകിച്ച് പറയുക പ്രായമുള്ളവർ ആ വെള്ളച്ചാട്ടം കാണാൻ പോകാത്തതായിരിക്കും നല്ലത്. ഇവിടെ നിന്നിട്ട് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഇച്ചുവിനെ കുറച്ചെന്ന് പറഞ്ഞാൽ 2-3 സ്റ്റെപ്പൊക്കെ ഒന്ന് കയറ്റി, പിന്നെ നിർത്തിയില്ല. ഫോട്ടോ എടുക്കാനുള്ള പോസൊക്കെ ആൾക്ക് തന്ന് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആളെ ഇവിടെ താഴെ നിർത്തിയിട്ടാണ് ഞാൻ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോയത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും. എല്ലാവരും കാണുക. ബായ്.